അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു. ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. താഴെ കൊടുത്തിരിക്കുന്ന കളക്ഷൻസിൽ ഏതൊക്കെയാണ് സെറ്റ്സ് എന്നായിരുന്നു ചോദ്യം. തൽക്കാലം ജസ്റ്റിഫൈ യുവർ ആൻസർ, അതിൻ്റെ കാരണം പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓരോന്നിനും എസ് ഓർ നോ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ നോക്കുക. ഞാൻ ഓരോന്നായി പറയാം. അതിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ. ജെയിൽ തുടങ്ങുന്ന മാസങ്ങളുടെ കളക്ഷൻ നമുക്കറിയാം. ഇപ്പം ജനുവരി എന്ന് പറഞ്ഞാൽ കൃത്യമായി നമുക്ക് പറയാം ആ കളക്ഷനുണ്ട്. അല്ലെ മെയ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ കളക്ഷൻ ഇല്ല. അപ്പോൾ കൃത്യമായി ഒരു എലമെൻറ്റ് പറഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് പറഞ്ഞാൽ അതിലുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ മൺഡേ എന്ന് പറഞ്ഞു, നമുക്കറിയാം അത് ആ കളക്ഷൻ ഇല്ല, കാരണം അത് മന്ത് പോലുമല്ല. എന്തായാലും ഒരു ഒബ്ജക്റ്റ് പറഞ്ഞാൽ അതിലുണ്ടോ ഇല്ലോ എന്ന് പറയാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ആ ഒരു കളക്ഷൻ സെറ്റാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ യെസ്. സെക്കൻഡ് വൺ, ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പം ഇന്ത്യയിലെ മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് അല്ല. ഓക്കെ, ഒരാളുടെ ടാലൻ്റ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് അല്ല. കാരണം ഒരു വ്യക്തിക്ക് ഒരു റൈറ്ററെ ടാലൻറ്റഡ് ആണെന്ന് തോന്നുമെങ്കിലും അതേ വ്യക്തിയെ തന്നെ മറ്റൊരാൾക്ക് ടാലൻ്റ് ആവണമെന്നില്ല. അപ്പോൾ അത് സെറ്റല്ല. ഓക്കെ, പിന്നെ തേർഡ്, എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മെൻ ഓഫ് ദി വേൾഡ്. ഇപ്പോൾ ലോകത്തിലെ 11 ബെസ്റ്റ് ക്രിക്കറ്റ് മെൻ എന്ന് പറയുന്നത്, ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മെൻ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് അല്ല. കാരണം ഒരാൾക്ക് ബെസ്റ്റാണെന്ന് തോന്നുന്നത് ഒരു വ്യക്തി നമുക്ക് മറ്റൊരാൾക്ക് ബെസ്റ്റാണെന്ന് പറയാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതും വെൽ ഡിഫൈൻഡ് അല്ല. മീൻസ് ആ ടീം എന്ന് പറയുന്നത്, കളക്ഷൻ എന്ന് പറയുന്നത് സെറ്റല്ല. നോ. ഫോർത്ത്, ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. അത് വെൽ ഡിഫൈൻഡ് ആണ്. കാരണം ഒരു ക്ലാസ്സിലെ ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തമ്മിൽ അറിഞ്ഞുകൂടെങ്കിലും ആ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആണ്. ഓക്കെ, ഒരു 60 കുട്ടികളാണെങ്കിൽ നമുക്ക് കൃത്യമായി പറയാം, ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ചാൽ ആ കുട്ടി ഉണ്ടോ ഇല്ലയോ. അതുകൊണ്ട് അത് വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നാലാമത്തെ ആൻസർ യെസ്, സെറ്റാണ്. അഞ്ചാമത്തത്, ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. 100 കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്, അതും വെൽ ഡിഫൈൻഡ് ആണ്. ഇപ്പോൾ 100 പറഞ്ഞു, അതിലില്ല എന്ന് പറയാം. 0 പറഞ്ഞു, അതിലില്ല. ഓക്കെ, 7 പറഞ്ഞു, അതിലുണ്ട്. അതുകൊണ്ട് വെൽ ഡിഫൈൻഡ് ആണ്. കളക്ഷൻ സെറ്റാണ്. യെസ്. ആറാമത്തത്, എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ദ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. ഇപ്പോൾ മുൻഷി പ്രേംചന്ദ് എന്നുള്ള റൈറ്റർ എഴുതിയ നോവൽസിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആണ്. എന്തായാലും ആ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു നോവൽ ചൂണ്ടിക്കാണിച്ചാൽ പറയും ഈ റൈറ്റർ എഴുതിയതാണോ ഇതെത്താണോ എന്ന് കൃത്യമായി പറയാൻ പറ്റും. അപ്പോൾ ആ കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്, മീൻസ് സെറ്റാണ്. ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൺ ഇൻറ്റിജേഴ്സ്. അപ്പോൾ എല്ലാ ഇൻറ്റിജേഴ്സിനെയും നമുക്ക് രണ്ടായി തരംതിരിക്കാം, ഓടും ഈവണും. ഈവൺ എന്ന് പറയുമ്പോൾ ഇരട്ട സംഖ്യകളാണ്. അപ്പം ഇപ്പോൾ 2 പറഞ്ഞു, അത് ഒരു ഈവൺ ഇൻറ്റിജറാണ്. അല്ലെ -4 പറഞ്ഞു, അതൊരു ഈവൺ ഇൻറ്റിജറാണ്. 3 പറഞ്ഞു, അത് ഈവൺ അല്ല. അപ്പോൾ കൃത്യമായി നമുക്ക് ആണോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്നുണ്ട്. കളക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്നുണ്ട്. വെൽ ഡിഫൈൻഡ് ആണ്, സെറ്റാണ്. യെസ് ആണ് അതിൻ്റെ ആൻസർ. അടുത്തത് എട്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ദ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആണ്. അവർ ഉദ്ദേശിച്ചത് ഈ ടെക്സ്റ്റിലുള്ളതാണ്, NCERT ടെക്സ്റ്റിലുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്കറിയാം ഈ ചാപ്റ്റർ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ യെസ് ആണത് ആൻസർ. ലാസ്റ്റ് 9ാമത്തത്, എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ്. അത് വെൽ ഡിഫൈൻഡ് അല്ല. ഡേഞ്ചറസ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്നത് ആനിമൽ മറ്റൊരാൾക്ക് ഡേഞ്ചറസ് ആണെന്ന് തോന്നണമെന്നില്ല, തിരിച്ചുമാവാം. അപ്പോൾ അത് വെൽ ഡിഫൈൻഡ് അല്ല, സെറ്റ് അല്ല.